അറിയാം നമ്മൾ എന്തായാലും നമ്മളിങ്ങനെ ഇവിടത്തേക്ക് വന്നിട്ട് നമ്മളോട് ഹെൽപ്പ് ചോദിക്കുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ മാക്സിമം അത്രയും എമർജൻസി അല്ലെങ്കിൽ അത്രയും അടങ്ങാറ് പിടിച്ച ആൾക്കാർക്കെല്ലാം നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, മനസ്സിലാവും. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ലോകത്ത് അത്ര ആൾക്കാർക്ക് ഹെൽപ്പ് വേണം. 1000, 10,000, 1,00,000 ആൾക്കാർക്ക് ഹെൽപ്പ് ആവശ്യം ഉള്ള രോഗികളും ഇതായിട്ടുള്ള ആൾക്കാരുണ്ടാവും, മനസ്സിലാവും. പട്ടിണി കിടക്കുന്ന ആൾക്കാരും ഉണ്ടാവും. ഇവരെല്ലാവരും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ എന്തായാലും പറ്റൂല. അതിൽ ആരെങ്കിലും ഒരാൾക്കാണ് ആ ഹെൽപ്പ് കിട്ടുന്നത്, നമ്മളടുത്തേക്ക് എത്തുന്ന ഒരാൾക്കാണ് ആ ഹെൽപ്പ് കിട്ടുന്നത്. ബാക്കിയുള്ളവരെല്ലാം മനസ്സിലാവും. അവിടെ അങ്ങനെ ഒരു വലിയൊരു നമ്പർ അവിടെ ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും ചെയ്യേണ്ട കാര്യം ഒരു വലിയ നമ്പറിൽ ഹെൽപ്പിങ് സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള ക്യാമ്പയിനുകളാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ MRG ആയിട്ടുള്ള സംസാരിച്ച് നമ്മളൊരു സംഭവം ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, മറ്റന്നാളല്ല, ഇത് കുറേ ഡിലേ ഒന്നും ഉണ്ടാവില്ല. ഇത് ബാക്കിയുള്ള നമ്മൾ കണ്ടന്റ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ സായിപ്പ് 1v1 അങ്ങനത്തെ സംഭവം പോലെയല്ല. ഇത് സൊസൈറ്റിക്ക് അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പം മറ്റന്നാളെ തന്നെ ഇത് എൻ്റെ പ്രോമിസാണ്. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറൊന്നും ചെയ്യില്ല. ഓക്കെ, അതിൻ്റെ മൊത്തം ആൾക്കാരെ ഞാൻ വിളിച്ച് അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു NGO, ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പം സ്റ്റെം സെൽ ഡൊണേറ്റ് ചെയ്യേണ്ടവർക്കെല്ലാം ഡൊണേറ്റ് ചെയ്യുക. അതിൻ്റെ ഫോമും കാര്യങ്ങളെല്ലാം താഴെ കൊടുത്ത് മറ്റന്നാളെ ഇതിൻ്റെ പ്രോപ്പർ ഒരു ക്യാമ്പയിൻ ലൈവ് നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, മറ്റന്നാളെന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? 15 അല്ലേ? 15-ാം തീയതി നമ്മൾ ഇതിൻ്റെ ഒരു ക്യാമ്പയിൻ നടത്തുന്നത്. ഓക്കെ.